നാമത്തുപെടുമാറാട്ടെ. ഒരു സന്ധ്യാസമയം കൂടെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാനൊരു അവസരം ദൈവം നൽകി, പാടുവാനൊരവസരം തന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നിങ്ങളോട് നന്ദി പറയുന്നു. ഓർപ്പിച്ചതുപോലെ ഹഗ്ഗായിയുടെ പ്രവചനത്തിൻ്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഹഗ്ഗായിയുടെ പ്രവചനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 20 മുതൽ 23 വാക്യം വരെ നമുക്ക് ശ്രദ്ധിക്കാം. ദ ബുക്ക് ഓഫ് ഹഗ്ഗായി ചാപ്റ്റർ 2 വേഴ്സ് 20 to 23. നമ്മൾ ഈ ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് 3 കാര്യങ്ങളൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് 2-ാമത്തെ അധ്യായത്തിൻ്റെ 10 മുതൽ 19 വരെയുള്ള മെസ്സേജ് നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതാണല്ലോ. ആ മെസ്സേജ് എന്നാണ് പറഞ്ഞത് അതേ ദിവസം തന്നെയാണ് ഇതും പറയുന്നത്. 10-ാമത്തെ വാക്യത്തിൽ ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയുടെ 2-ാം ആണ്ടിൽ 9-ാം മാസത്തിൻ്റെ 24-ാമത്തെ ദിവസമാണ് 10-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20-ാമത്തെ വാക്യത്തിലും അതേ തീയതി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ദ സെയിം ഡേറ്റ്. രണ്ടാമതായിട്ട് നമ്മൾ കാണേണ്ടത്, ഈ പുസ്തകം ഉടനീളം നമ്മൾ ഇതുവരെ വായിച്ചതിൽ നമ്മൾ കണ്ടതെന്താണ്? സെറുബാബേലിനും യോശുവയോടും പിന്നെ ജനത്തിനോടുള്ള ഒരു സന്ദേശമാണ് ഇതുവരെ നമ്മൾ കണ്ടത്. എന്നാൽ ഈ ഭാഗത്ത് സെറുബാബേലിനോട് മാത്രമായിട്ടുള്ള ചില ആലോചനകളാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് നമ്മൾ 21-ാമത്തെ വാക്യത്തിൽ കാണുന്ന ഒരു കാര്യം. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഒരു പരാമർശം കണ്ടു. ഐ എം ഗോയിങ് ടു ഷേക്ക് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത്. ഞാൻ ആകാശവും ഭൂമിയും കുലുക്കുവാൻ പോകുന്നു എന്നുള്ളത് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഈ പുസ്തകത്തിൽ 2-ാം തവണ ഇങ്ങനൊരു പ്രസ്താവന 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒബ്സർവേഷൻസ് നമ്മുടെ മനസ്സിൽ വെക്കണം. അപ്പോൾ നമുക്ക് ആദ്യമുള്ള ചോദ്യം ഇതാണ്: വൈ ഡിഡ് ഗോഡ് ഡയറക്റ്റ് ഹിസ് സ്പീച്ച് ടു സെറുബാബേൽ? ഈ പുസ്തകം ഉടനീളം എല്ലാവരോടും ഒരുപോലെ സംസാരിച്ചതിന് ശേഷം സെറുബാബേലിനോട് മാത്രമായിട്ട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹത്തോടും ഈ ഒരു പ്രസ്താവന താൻ പറയുന്നത്? സെറുബാബേൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സീഡ് ഓഫ് ബാബിലോൺ എന്നാണ്, അഥവാ ബാബേലിൻ്റെ സന്തതി. അപ്പോൾ ഈ പ്രവാസത്തിൻ്റെ 70 വർഷത്തിലെ പ്രവാസത്തിൻ്റെ 2-ാം പകുതിയിൽ ആണ് ഇദ്ദേഹം ജനിച്ചത്, വളർന്നത്. ഫസ്റ്റ് ക്രോണിക്കൽസ് 3:17-19 അവിടെ നമ്മൾ നേരത്തെ പോയതാണ്. ഒന്ന് ദിനവൃത്താന്തം 3-ാമത്തെ അധ്യായം 17 മുതൽ 19-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ജെക്കൊന്യാവ് എന്ന രാജാവിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ ആണ് ഇദ്ദേഹം. അങ്ങനെ വരുമ്പോൾ ഇദ്ദേഹം ദാവീദിന്റെ രാജകീയ വംശത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ്. ഹീസ് ഓഫ് ദ റോയൽ ലൈൻ ഓഫ് ഡേവിഡ്. അപ്പോൾ ഈ ഒരു രാജകീയ വംശം അല്ലെങ്കിൽ രാജകീയ വംശാവലി ദൈവം സുരക്ഷിതമാക്കിയത്, പ്രിസർവ് ചെയ്തത് എങ്ങനെയാണ്? 2 രാജാക്കന്മാരുടെ പുസ്തകം 25-ാമത്തെ അധ്യായം, 2 കിങ്സ് ചാപ്റ്റർ 25, അതിൻ്റെ 27 മുതൽ 30-ാമത്തെ വാക്യം വരെ പലപ്പോഴും നമ്മൾ ആരാധനയ്ക്ക് എടുക്കുന്ന ഒരു ഭാഗമാണ്. അത് നമുക്കൊന്ന് വായിക്കാം. 2 കിങ്സ് 25 വേഴ്സ് 27 to 30 ഒന്ന് വായിക്കാം. പറയുന്നത് അവനോട് ആദരവായി സംസാരിച്ചു. അവന്റെ ആസനത്തെ തന്നോട് കൂടെ ബാബേലിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർക്ക് മേലായി വെച്ചു. അവന്റെ കാരാഗൃഹ വസ്ത്രം മാറ്റി അവൻ ജീവപര്യന്തം അവന്റെ സന്നിധിയിൽ ഭക്ഷണം കഴിച്ചു പോന്നു. അവന്റെ അഹോവൃത്തിയോ രാജാവ് അവന്റെ മരണ ദിവസം വരെ അവന്റെ ജീവകാലം ഒക്കെ നിത്യവൃത്തിക്ക് ദിവസം പ്രതിയുള്ള അവയെ കൊടുത്തു പോന്നു. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഒരു ബാബേൽ രാജാവിലൂടെ, അതായത് എവിൾ മർഡാക്ക് എന്ന ബാബേൽ രാജാവിലൂടെ ദൈവം ഈ ഒരു വംശാവലിയെ സുരക്ഷിതമാക്കി, പ്രിസർവ് ചെയ്തു. ബാക്കിയുള്ള ബദ്ധന്മാരായിട്ടുള്ള രാജാക്കന്മാരിൽ നിന്നും യഹോയാക്കീനെ അല്ലെങ്കിൽ യഹോയാക്കിൻ്റെ
ഒരു അവസ്ഥയെ മാറ്റി അദ്ദേഹത്തെ ഉയർത്തി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭക്ഷണവും ജീവിതമൊക്കെ എവിടെയാണ്? ജീവിതകാലം മുഴുവൻ ഈ രാജാവിൻ്റെ സന്നിധിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ. സോ ത്രൂ ദിസ്, ഈ ഒരു കാര്യം നടത്തുന്നതിലൂടെ വാട്ട് ഹാപ്പൻഡ്? ഗോഡ് ഓണേർഡ് ഹിസ് കവനന്റ് വിത്ത് ഡേവിഡ് ഈവൻ ദോ ഡേവിഡ്സ് ഡിസെൻഡൻസ് വെയർ അൺഫെയ്ത്ത്ഫുൾ. ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ട അനന്തരാവകാശികളെല്ലാം ദൈവത്തോട് അവിശ്വാസം കാണിച്ചു എങ്കിൽ പോലും ദൈവം ദാവീദിനോടുള്ള ദൈവത്തിൻ്റെ ഉടമ്പടിയെ ഈ വിധത്തിൽ ആദരിച്ചു. ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന, അല്ലെങ്കിൽ രഹബയാം മുതൽ ശലോമോൻ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ദൈവം ഇത് കാണിക്കേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അത് ചെയ്തു. So what happened? Thus a faint glimmer of hope for a king who will come from the Davidic line is still present. ദാവീദിൻ്റെ വംശപാരമ്പര്യത്തിൽ നിന്നും ഒരു രാജാവ് വരും എന്നുള്ളൊരു പ്രത്യാശയുടെ ഒരു നേരിയ ഒരു പ്രതീക്ഷ ഈ ഒരു കാര്യത്തിലൂടെ ദൈവം കൊടുക്കുന്നു. ഈ ഒരു സന്തതി, അതായത് ദാവീദിൻ്റെ സന്തതിയാണ് നമ്മൾ എസെക്കിയേൽ 37 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ അവിടെ നിന്ന് വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ദാവീദിൻ്റെ സന്തതിയാണ് പിൽക്കാലത്ത് മന്ദിരം പുനർനിർമ്മാണം ചെയ്യുന്നത്. ദിസ് descendant of David will build the temple, and with that the nation of Judah will dwell independently in their land. ഈ മന്ദിരം പണിയുന്നതിനോടൊപ്പം തന്നെ ഈ ജനം അവരുടെ ദേശത്തിൽ സ്വതന്ത്രരായി ജീവിക്കും. Now what is happening? ഇപ്പോൾ, അതായത് ഹഗ്ഗായി എഴുതപ്പെട്ട ഈ സമയത്ത് എന്താണ് നടക്കുന്നത്? The temple is being rebuilt by Zerubbabel, who is of the royal line. രാജവംശത്തിൽ പിറന്ന സെരുബാബേലിലൂടെ ഈ മന്ദിരത്തിൻ്റെ പുനർനിർമ്മാണം നടക്കുന്നു. It's still happening, but it was unlike the previous temple in the time of Solomon. ഈ മന്ദിരം ഇവിടെ പണിയുന്നു എങ്കിൽ പോലും ശലോമോൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന മന്ദിരത്തെ പോലെ അല്ല ഇത്. കാരണം ശലോമോൻ്റെ മന്ദിരം പണിഞ്ഞ സമയത്ത് ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. ഇറ്റ് വാസ് എൻ ഇൻഡിപെൻഡൻറ്റ് കൺട്രി. ബട്ട് നൗ ദേ ആർ അണ്ടർ ദ പേർഷ്യൻ ഗവൺമെൻറ് ആൻഡ് എ ഫോറിൻ കിങ്. ഇപ്പോൾ പാർസ്യ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്, ഒരു വിദേശ രാജാവിൻ്റെ കീഴിലാണ് ഇതെല്ലാം പണിയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് തുലനം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. യു കാൻ കമ്പയർ ദീസ് ടു ടെമ്പിൾസ്. With the danger of the Davidic covenant being under threat, and with kings being on the verge of extinction, okay, ദാവീദിനോട് ദൈവം ചെയ്ത ഉടമ്പടി അത് നിവൃത്തിയാകുമോ എന്നുള്ള ഒരു ഭീഷണി അവിടെ ഉണ്ട്. ഈ വംശപാരമ്പര്യത്തിൽ രാജാക്കന്മാർ അന്യം നിന്ന് പോകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ട്. മന്ദിരമുണ്ട്, പക്ഷെ രാജാവില്ല. See, that's a problem. ഇസ്രായേൽ സ്വതന്ത്രമല്ല, പക്ഷെ മന്ദിരമുണ്ട്, രാജാവില്ല. And that's the problem. Now, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവർ ചെന്നുപെട്ടത്? ഇതിനെ നമുക്ക് വായിക്കേണ്ടത് യെരമ്യാവിൻ്റെ പ്രവചനം 22-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യമാണ്. ജെറമ്യ 22 and verse 29. ഓക്കെ, ജെറമ്യ 22 verse 29 and 30. ഈ രണ്ട് വാക്യങ്ങളാണ് നമ്മൾ വായിക്കേണ്ടത്. ഇതാരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്? തൊട്ട് മുകളിലത്തെ വാക്യം 28-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണത്? കോനിയ. ഇതാരാണെന്നുള്ളത് വ്യക്തമാക്കുന്നത് 24-ാമത്തെ വാക്യമാണ്. യഹൂദ രാജാവായി യെഹോയാക്കീമിൻ്റെ മകൻ ആയ കോനിയ, ജെഹോയാക്കീം എന്നുള്ള വ്യക്തി. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു അരുളപ്പാട് യഹോവയായ ദൈവം ഈ വംശപാരമ്പര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. That there will not be any seed succeeding this lineage to sit on the throne of David or ruling in Judah. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥയുടെ
മുഖത്താണ് ഈ വംശപാരമ്പര്യത്തിൽ പിറന്ന ആളോട് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് വരുന്നത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ ജെഹോയാക്കിൻ്റെ കൊച്ചുമകൻ്റെ മകനാണ് ആര്? സെറുബാബേൽ. ഇദ്ദേഹത്തോടാണ് ഇപ്പോഴത്തെ അരുളപ്പാട് വരുന്നത്. സോ ദർ ഇസ് നോ ഹോപ്പ് as far as God's word in Jeremiah 22 verse 29 is concerned. But now God is speaking. എന്താണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഉള്ളടക്കം? വാട്ട്സ് ദ കോണ്ടന്റ് ഓഫ് ദ സ്പീച്ച്? ലെറ്റ്സ് ഗോ ബാക്ക് ടു ഹഗ്ഗായി. ഹഗ്ഗായിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഹഗ്ഗായി 2:21. ഓക്കെ, ആകാശത്തെയും ഭൂമിയും ഇളക്കും. ഞാൻ പറഞ്ഞതുപോലെ ഇത് 2ാം തവണയാണ് ഈ പുസ്തകത്തിൽ ഇങ്ങനൊരു പരാമർശം വരുന്നത്. ദിസ് ഇസ് എ റിമൈൻഡർ ദാറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത് ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗോഡ് ബിക്കോസ് ഗോഡ് ക്രിയേറ്റഡ് ദം. ആകാശത്തെയും ഭൂമിയും ഇളക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം അവയെ സൃഷ്ടിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിൽ തന്നെയാണ് ഈ 2 കാര്യങ്ങളും. ഇപ്പോഴും നേരത്തെ ഇതേ ഒരു വാചകം ദൈവം പറഞ്ഞു, പക്ഷെ അത് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. ഇറ്റ് വാസ് മെൻഷൻഡ് in 2 verse 6 with a view of enabling the wealth of the nations to be channeled to the rebuilding of the temple, which in turn tells us that God keeps this nation alive and intact. 2-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇതേ സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ കോണ്ടെക്സ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ജാതികളായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നും സമ്പത്ത് ഈ മന്ദിരത്തിൻ്റെ നിർമ്മാണത്തിലേക്കായിട്ട് ദൈവം കൊണ്ടുവരും. അത് സൂചിപ്പിക്കുന്നത് എന്താ? ഈ രാജ്യത്തെയും ഈ ജനതയും ദൈവം സുരക്ഷിതമായിട്ട് ഇരുത്തും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതായിരുന്നു നേരത്തെ ഇതേ വാചകം പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഇതിൻ്റെ ഉദ്ദേശം വേറെയാണ്. ദ ഇൻറ്റൻറ്റ് ഇസ് ഡിഫറെൻറ്റ്. ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് കാറ്റാസ്ട്രോഫിക്. ഒരു എന്താ പറയുക, ഒരു ഡിസ്ട്രക്ഷൻ, ഒരു നാശത്തിൻ്റെ ഒരു സൂചനയാണ് നമ്മളിവിടെ കാണുന്നത്. Second thing here in verse 22, there are 3 things that God does. ആകാശത്തെയും ഭൂമിയും കുലുക്കുന്നതിലൂടെ ദൈവം 3 കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ 3 കാര്യങ്ങൾ നടപ്പിലാകുമ്പോൾ രാജ്യങ്ങളെ നീക്കി മാറ്റുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. So there are 3 things in there. Verse 22, 22-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും, ജാതികളുടെ രാജ്യങ്ങളുടെ പേരെ നശിപ്പിച്ചു കളയും. ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. കുതിരകളെയും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തരും താന്താന്റെ സഹോദരന്റെ വാളിനാൽ വീഴും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ആദ്യത്തെ ഭാഗം നോക്കാം. ഐ വിൽ ഓവർ ത്രോ ദ ത്രോൺസ് ഓഫ് കിങ്ഡംസ്. രാജ്യങ്ങളുടെ സിംഹാസനത്തെ മറിച്ച് കളയും. വൺ കോംപ്രിഹെൻസീവ് വേ ഫോർ എൻ എംപയർ ടു ബി ഡിഫീറ്റഡ് is to annihilate the royal family so that there wouldn't be anyone remaining to give leadership to those kingdoms that are over Judah. ഒരു സാമ്രാജ്യത്തെ നീക്കി മാറ്റാനുള്ള ഒരു നല്ല വഴി എന്ന് പറയുന്നത് ആ സാമ്രാജ്യത്തിൻ്റെ രാജകുടുംബത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. ഉന്മൂലനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നേതൃസ്ഥാനം വഹിക്കാൻ ആ കുടുംബത്തിൽ നിന്നും ആരെയും കിട്ടത്തില്ല. അപ്പോൾ യഹൂദദേശത്തിൻ്റെ മുകളിൽ ഇപ്പോൾ ഭരിക്കുന്ന ആൾക്കാരെ ഇപ്രകാരം ഉന്മൂലനം ചെയ്യാൻ പോകുന്നു എന്നാണ് ദൈവം ഇവിടെ പറയുന്നത്. It's true that God in His sovereignty has decreed kings to be over Judah for the last 80+ years due to various reasons. കഴിഞ്ഞ 80-ലധികം വർഷങ്ങളായിട്ട് യഹൂദദേശത്തെ മറ്റ് സാമ്രാജ്യത്തിന് കീഴിൽ ആയി തീർന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സർവാധികാരത്തിലാണ്. അതൊരു സത്യമാണ്. And that will continue for the foreseeable time. അത് ഇനിയും കുറേ വർഷങ്ങളായിട്ട് അത് തുടരുകയും ചെയ്യും. അത് നമുക്ക് യേശുവിൻ്റെ ചരിത്രം വരെ നോക്കിയാൽ പേർഷ്യൻ രാജാക്കന്മാർ വന്നുപോയി, പിന്നീട് ഗ്രീക്കുകാർ വന്നു, അതിനുശേഷം റോമക്കാർ വന്നു. അപ്പോഴാണല്ലോ യേശുവിൻ്റെ ജീവിതവും മരണവും പുനരുദ്ധാനവും ഒക്കെ വരുന്നത്. ബട്ട് ഗോഡ് ഇൻ ഹിസ് ടൈം will cause these kingdoms to cease as He will not leave any traces of human kings and their families. ഈ മനുഷ്യരിൽ നിന്നും ഉള്ള രാജാക്കന്മാരെയും അവരുടെ കുടുംബത്തിൻ്റെ ഒരു തരി പോലും ദൈവം ബാക്കി വെക്കത്തില്ല. ബാക്കി വെക്കാത്തതിലൂടെ ദൈവം ഈ രാജ്യങ്ങളെല്ലാം നിർത്തലാക്കും. He will completely eliminate them.
ഈ പുസ്തകം എഴുതുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ബാബേൽ പ്രവാസത്തിലായിരുന്ന യഹൂദന്മാരൊരു പ്രാർത്ഥന, ഒരു സങ്കീർത്തനം ചൊല്ലിയായിരുന്നു. ഏതാണ് ആ സങ്കീർത്തനം എന്ന് നമുക്ക് ഓർമ്മയുണ്ടോ? ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ. 137 സങ്കീർത്തനമാണ്. നമുക്കൊന്ന് വായിക്കാതെ. 137 സങ്കീർത്തനത്തിൻ്റെ 7 വാക്യം മുതൽ 9 വാക്യം വരെ ഒന്ന് വായിക്കാം. 137, Psalm 137 verse 7 to 9. ഇടിച്ചുകളവിൻ, അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചുകളവിൻ എന്നിങ്ങനെ പറഞ്ഞ് എഴുതുകൾക്കായി യഹോവേ യെരൂശലേമിനെ നാളെ ഓർക്കണമേ. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ചു കളയുന്നവൻ ഭാഗ്യവാൻ. ഓക്കെ, അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിലായിരുന്ന പ്രവാസികൾ ഒരു പ്രാർത്ഥന അവർ ഈ ഒരു സങ്കീർത്തനത്തിലൂടെ പ്രാർത്ഥിച്ചു. They recounted the atrocities committed to them by Babylon. ബാബിലോണിലൂടെ അവർക്ക് നേരിടേണ്ടി വന്ന ക്രൂരതകളെ അവർ ഓർക്കുകയാണ്. ഓക്കെ, അപ്പോൾ സങ്കീർത്തനം 137 7 മുതൽ 9 വരെയുള്ള ഭാഗം അവരെന്താണോ പ്രാർത്ഥിച്ചത്, ബാബിലോണിന് വേണ്ടി എന്താണ് പ്രാർത്ഥിച്ചത്, അത് പിൽക്കാലത്ത് മീഡോ പെർഷ്യൻ സാമ്രാജ്യത്തിലൂടെ നടന്നു. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവം അവരെ മാറ്റി ഗ്രീക്കുകാരെ കൊണ്ടുവന്നു. അവരെ മാറ്റുവാൻ റോമൻ സാമ്രാജ്യം വന്നു. പിന്നീട് റോമൻ സാമ്രാജ്യം ഛിന്ന ഭിന്നമായി. ഇതാണ് ഹഗ്ഗായി 2:22 ആദ്യത്തെ ഭാഗം. വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ്? I will destroy the strength of the kingdoms of the nations. ഈ രാജ്യങ്ങളുടെ ശക്തിയെ ഞാൻ നശിപ്പിക്കും എന്നുള്ളതാണ് അടുത്ത കാര്യം. Whatever gives strength to these kingdoms to go out on an expedition to annex whoever ruled before them and other nations, they all will be removed. They will be rendered obsolete as stronger kingdoms arise. ഈ രാജ്യങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളെ അധികാരത്തിന് കീഴിലാക്കുവാൻ എന്തൊക്കെയായിരുന്നു അവർക്ക് ശക്തി നൽകിയിരുന്നത്? അതായത് അവർ അവിഹിതമായിട്ട് സമ്പാദിച്ച ധനം, അവരുടെ യുദ്ധമുറകൾ, വാർ ടാക്ടിക്സ്, വിഗ്രഹാരാധന, ഐഡൽ വർഷിപ്പ്, ബ്ലഡ് ഷെഡ്, രക്തച്ചൊരിച്ചിൽ, വയലൻസ്, മറ്റുള്ളവരോട് ക്രൂരതയോടെ പെരുമാറുന്നത്, മാനിപ്പുലേഷൻ ദാറ്റ് ലീഡ്സ് ടു മേക്കിംഗ് ഒപ്പോണൻസ് വൾണറബിൾ, എതിരാളികളെ നിർവീര്യമാക്കുന്ന രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഹബക്കുക്ക് 2:6 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഇവർ മറ്റ് ദേശങ്ങളെ കൈവശമാക്കുവാൻ ഉപയോഗിച്ചു, അല്ലെങ്കിൽ അവർക്ക് ഈ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ എന്തൊക്കെയാണ് ശക്തി നൽകിയത്, അതെല്ലാം ദൈവം നീക്കി മാറ്റും. അപ്പോൾ ഈ രാജ്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള രാജ്യകുടുംബങ്ങളെ ദൈവം ഇല്ലാണ്ടാക്കും. ഇവർ എന്തിൻ്റെ ശക്തിയാലാണ് മുന്നോട്ട് പോയത് അതും ദൈവം ഇല്ലാണ്ടാക്കും. ദെൻ അവസാനം ഈ 22 വാക്യത്തിൻ്റെ അവസാനം, I will overthrow the chariots and their riders, and the horses and their riders will go down, everyone by the sword of one another. രഥങ്ങളെയും അത് ഓടിക്കുന്നവനെയും കുതിരകളെയും അത് ഓടിക്കുന്നവരെയും ഞാൻ നീക്കി മാറ്റും. ഇൻ അതർ വേർഡ്സ്, അവരുടെ സൈന്യങ്ങളെ, അവരുടെ ആയുധങ്ങളെ, അവർക്ക് ശേഷം വരുന്ന സാമ്രാജ്യം നശിപ്പിക്കും. All the armies and their war weapons will be destroyed by the empire that came up after them. ഇത് മൂന്നുമാണ് നമ്മൾ 22 വാക്യത്തിൽ കാണുന്നത്. 23 വാക്യത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇംഗ്ലീഷിൽ 3 തവണയാണ് ഒരു വാക്ക് കടന്നു വരുന്നത്. ഡിക്ലെയർസ് യാഹ്വേ. കാണുന്നുണ്ടോ അത്? മലയാളത്തിൽ അതെങ്ങനെയാണ് വരുന്നത്? ഒന്ന് വായിച്ചേ 23 വാക്യം. എന്റെ ദാസനായ ചിത്തയിൽ മോനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എന്നുള്ള വാക്ക് 3 തവണ ഇവിടെ വന്നിട്ടുണ്ട്. 3 times the word declaration appears in this verse. This refers to an unchangeable declaration of God that is mentioned emphatically. ഒരിക്കലും മാറ്റം വരാത്ത ഒരു തീരുമാനം ദൈവം ഇവിടെ
പ്രഖ്യാപിക്കുകയാണ്. On the day when everything in verse 21 and 22 happens, what will happen next? 21-ലും 22-ലും രേഖപ്പെടുത്തിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാകുന്ന ദിവസം എന്താ സംഭവിക്കുന്നത്? God will take his servant Zerubbabel son of Shealtiel, who is of the royal line of David. ദാവീദിന്റെ രാജപരമ്പരയിൽ ആയിരിക്കുന്ന സെറുബ്ബാബേൽ, ഷെൽത്തിയേലിന്റെ കൊച്ചുമകനായിരിക്കുന്ന സെറുബ്ബാബേലിനെ, അതായത് തൻ്റെ ദാസനെ ദൈവം എടുക്കും. എവിടെ നിന്നെടുക്കും? ഫ്രം ഓൾ ദി ഹ്യൂമൻ റൂളേഴ്സ്, മനുഷ്യന്മാരിൽ നിന്നുമുള്ള എല്ലാ രാജാക്കന്മാരുടെ ഇടയിൽ നിന്നും ഇദ്ദേഹത്തെ എടുക്കും. എന്നിട്ട് ഇദ്ദേഹത്തെ എന്താക്കും? എ സിഗ്നറ്റ് റിംഗ്, മുദ്രമോതിരം ആക്കും. ഗോഡ് ഹസ് ചോസൻ, ദൈവം ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. Now to understand what that means, a signet ring was used by a king to seal royal documents as a sign of his authority. പണ്ടത്തെ കാലത്ത് ഈ സിഗ്നേച്ചർ എന്നുള്ള പരിപാടിയില്ല, പേന കൊണ്ടുള്ള പരിപാടിയില്ലല്ലോ സിഗ്നേച്ചർ ഇടുന്നത്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് രാജാക്കന്മാരെന്താ ചെയ്തിരുന്നത്? മുദ്രമോതിരം അവർ കളിമണ്ണിൽ അമർത്തിയിട്ട് പിന്നീട് ഒരു പേപ്പറിൽ, ഒരു സർക്കാർ കടലാസിൽ അവർ ഇങ്ങനെ പതിപ്പിക്കും. അത് ആ വ്യക്തിയുടെ അധികാരത്തിൻ്റെ ഒരു അടയാളമാണ്. നമുക്ക് ഇത് മനസ്സിലാക്കാൻ യെരമ്യാവ് 22:24 കൂടെ ഒന്ന് വായിക്കാം. ജെറമ്യ 22:24. ആ ഊരിതാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. മനസ്സിലായോ? ജെക്കൊന്യാവിനെ ഊരി മാറ്റി വർഷങ്ങൾക്ക് ശേഷം ആ പരമ്പരയിലുള്ള സെരുബാബേലിനെ എന്താക്കും? തിരിച്ച് കയ്യിലേക്കിടും എന്നാണ് പറയുന്നത്. ജെക്കൊന്യ is told that his immediate offspring will not rule in Jerusalem. ജെക്കൊന്യാവിൻ്റെ ഉടനെ ഉള്ള ഒരു തലമുറ ഉണ്ടല്ലോ, അവര് യെരുശലേമിൽ വാഴില്ല. എന്നാൽ മറുവശത്ത്, അതായത് യെരമ്യാവ് 22-ൽ ജെക്കൊന്യാവിൻ്റെ തലമുറ, അടുത്ത തലമുറ രാജാക്കന്മാർ വാഴില്ല എന്ന് പറയുന്ന അതേ ക്ഷണത്തിൽ തന്നെ 23-ാമത്തെ അധ്യായത്തിൽ യെരമ്യാവ് 23-ന്റെ 5-6 വാക്യത്തിൽ യെരമ്യാവ് ഒരു കാര്യം പറയുന്നുണ്ട്. വാട്ട് ഇസ് ദാറ്റ്? ജെറമ്യ 23:5-6. അവൻ രാജാവായി കാണാൻ ബുദ്ധിയോടെ പ്രവർത്തിച്ച് ദേശത്ത് നീതിയും ന്യായവും നടത്തും. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയുന്ന യഹോവയുടെ അരുളപ്പാട്. യെസ്. അപ്പോൾ 22-ന്റെ 30-ാമത്തെ വാക്യത്തിൽ മക്കളില്ലാത്തവനായിട്ട് ഇവനെ കണക്കാക്കാൻ പറയുന്നു. എന്നാൽ പിന്നീട് അതേ വംശത്തിൽ പിറക്കുന്ന മറ്റൊരു വ്യക്തിയെ ദൈവം രാജാവാക്കും. റൈച്ചസ് ഡേവിഡ് കിങ് വിൽ കം. നീതിമാനായിരിക്കുന്ന ദാവീദിൻ്റെ കുടുംബത്തിൽ പിറക്കുന്ന ഒരു രാജാവ് വരും. സോ ഹിയർ ദ ജഡ്ജ്മെന്റ് അഗൈൻസ്റ്റ് ജെക്കൊന്യ ഈസ് ഓവർ. ജെക്കൊന്യ എന്ന രാജാവിനോടുള്ള ദൈവത്തിൻ്റെ ന്യായവിധി കഴിഞ്ഞു. ഇനി ആരായിരിക്കും ദൈവത്തിൻ്റെ മുദ്രമോതിരമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്? സെറുബാബേൽ. ദാറ്റ് ഇസ് along with the overseeing of the rebuilding of the temple, Zerubbabel will re-establish the Davidic line in Jerusalem. അന്യം നിന്ന് പോകാമായിരുന്ന ഒരു വംശപാരമ്പര്യം ഇനി പുനരാരംഭിക്കാൻ പോവുകയാണ് ഇദ്ദേഹം, സെറുബ്ബാബേൽ. അപ്പോൾ ഇദ്ദേഹത്തിന് മന്ദിരം പുനർനിർമ്മാണം ചെയ്യുന്ന ജോലി മാത്രമല്ല, ഈ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ ഒരു വരവിനായിട്ട് ഇദ്ദേഹത്തെ ഉപയോഗിക്കുന്നു ദൈവം. This fact is clear as we look at Matthew 1. ഈ ഒരു പ്രസ്താവന ഞാനിപ്പോൾ പറഞ്ഞത് മത്തായി 1 നമ്മൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. മത്തായി സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ. Matthew's Gospel chapter 1 verse 12 and 13. ഓക്കെ. ഇതിനോടൊപ്പം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 3:27 ഉണ്ട്.
അവിടെയും ഒരു വംശാവലി നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ലൂക്സ് ഗോസ്പൽ 3:27. ഓക്കെ, മതി. ഈ 2 വംശാവലികളും ആരുടെയാണ്? ഇറ്റ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ ഇപ്പോൾ ആര് പ്രവേശിച്ചു? സെറുബാബേൽ പ്രവേശിച്ചു. ത്രൂ സെറുബാബേൽ the prophecies regarding Jesus in the Old Testament will happen. പഴയ നിയമത്തിലൂടെ ഞാൻ ഇനി പറയാൻ പോകുന്ന റെഫറൻസുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഉൽപ്പത്തി 49:10, 2 ശമൂവേൽ 7:13-14, യെശയ്യാവ് 11:1-2, യെരമ്യാവ് 23:5-6, എസെക്കിയേൽ 34:23-24, മീഖ പ്രവാചകന്റെ പുസ്തകം 5:2, യെശയ്യാവ് 7:14. അങ്ങനെ ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ പഴയ നിയമ പ്രവചനങ്ങളും ഇപ്പോൾ സെറുബാബേലിലൂടെ സംഭവിക്കുവാൻ പോവുകയാണ്. And what happens next? The eternal king who will receive all authority in heaven and on earth, according to Psalm 2:8, and whose rule never ends, will come. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ലഭിക്കുന്ന നിത്യരാജാവ്, സങ്കീർത്തനം 2:8 പറഞ്ഞിരിക്കുന്ന ഈ രാജാവിൻ്റെ വാഴ്ചയ്ക്ക് ഒരു അവസാനവും ഇല്ല. ആ രാജാവ് വരും. And thus the vision that Daniel explained to Nebuchadnezzar regarding his dream in Daniel 2:31-45 will be set in motion. ദാനിയേൽ 2-ാമത്തെ അധ്യായത്തിൻ്റെ 31 മുതൽ 45 വരെ ദാനിയേൽ നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ, ആ വ്യാഖ്യാനത്തിൽ വരുന്ന നശിക്കാത്ത ഇളകാത്ത ഒരു രാജ്യം ഉണ്ടായിരുന്നു. അവസാനം ബാബേൽ, മീഡോ പേർഷ്യൻസ്, ഗ്രീക്ക്, റോം, പിന്നെ വിഭജിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം, അതിനുശേഷം നീക്കം വരാത്ത ഇളകാത്ത ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ വരവിൻ്റെ ആദ്യ പടിയാണ് നമ്മളിവിടെ കാണുന്നത്. This Davidic king who comes from Zerubbabel will be the king of an indestructible kingdom. നശിക്കാത്ത ഒരു രാജ്യത്തിൻ്റെ രാജാവായിട്ട് ഈ ദാവീദിൻ്റെ രാജാവ് വരും. It will stand forever. അത് എന്നേക്കും നിലനിൽക്കും. It will crush and put an end to all the earthly kingdoms. ഈ ഭൂമിയിലുള്ള എല്ലാ സാമ്രാജ്യത്തിനും അവസാനം വരുത്തുന്നവനായിരിക്കും ഈ രാജാവ്. This certainness of this interpretation is that Daniel gave is underscored by what God tells Zerubbabel in Haggai 2:21-23. ദൈവം ഇതെല്ലാം നിവർത്തിക്കും. ഈ ദാനിയേൽ ഇത് കൊടുത്ത വ്യാഖ്യാനമുണ്ടല്ലോ, അത് നിവൃത്തിയാകുമെന്നുള്ളതിൻ്റെ തെളിവെന്താണെന്ന് വെച്ചാൽ ഇവിടെ 3 തവണ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞ് അത് ഇവിടെ സ്ഥാപിക്കുകയാണ്. ഇനി ഈ ഭാഗത്തിനെ ആസ്പദമാക്കി 2 ലെസൺസ് നമുക്ക് ചിന്തിക്കാം. നമ്പർ 1, in the midst of the truth of God's sovereignty and rule over everything, we are sometimes frustrated by the fact that human rulers who are characterized by injustice, cruelty, godlessness and pride rule the world. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സർവാധികാരവും സകലത്തിൻ്റെ മേലുള്ള തൻ്റെ വാഴ്ചയും ആ സത്യം അംഗീകരിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ നമുക്ക് പലപ്പോഴും ഒരു വീർപ്പുമുട്ടലുണ്ട്. പ്രത്യേകിച്ച് അനീതി നിറഞ്ഞ, ക്രൂരത നിറഞ്ഞ, ദൈവമില്ലാത്ത ഒരു നേതൃത്വം, അഹങ്കാരികളായിട്ടിരിക്കുന്ന ഒരു നേതൃത്വം ഇപ്പോഴും ലോകത്തെ ഭരിക്കുന്നു എന്നുള്ള ഒരു വീർപ്പുമുട്ടലാണ് നമുക്ക് ഉള്ളത്. മാനുഷിക തലത്തിൽ നിന്ന് നോക്കിയാൽ ഈ സാത്താനാൽ നയിക്കപ്പെടുന്ന ഈ മനുഷ്യ നേതാക്കളിൽ നിന്നും ലഭിക്കുന്ന വേദനയ്ക്ക് യാതൊരു അവസാനം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. From a human perspective, there seems to be no end to the pain caused by the human rulers who are controlled by Satan. അതൊരു യാഥാർത്ഥ്യമാണ്. And the end of their rule is still a long way afar. ഈ രാജാക്കന്മാരുടെ അവസാനം അതിപ്പോഴും ഒരു വിദൂര സ്വപ്നമായിട്ടാണ് നമുക്ക് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ദുഷ്ടത നിറഞ്ഞ ഒരു നേതൃത്വം ലോകമെമ്പാടുമുണ്ട്. We are all eagerly waiting for the final removal of sin and Satan and its causes.
വളരെ ആകാംക്ഷയോടെയാണ് നമ്മളെല്ലാവരും പാപത്തിൻ്റെയും അതിൻ്റെ കാരണങ്ങളുടെയും എല്ലാം ഒരു റിമൂവൽ നീക്കി മാറ്റുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആൻഡ് ഗോഡ് has assured us through his word that it will happen when Christ, who is the Davidic king, who descended from the royal line of David through Zerubbabel, comes back to gather those who belong to him and destroy the unrighteous ones. ഇതെല്ലാം നീക്കി മാറ്റുന്നത് എങ്ങനെയാണ്? തൻ്റെ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ദാവീദിൻ്റെ വംശത്തിൽ പിറന്ന, സെറുബ്ബാബേലിലൂടെ പിറന്ന ക്രിസ്തു താൻ ഒന്നാമത്തെ വരവ് വന്ന് പോയി ഇനിയും വരും. തൻ്റെ വിശുദ്ധരെ തന്നോട് ചേർക്കുവാനും അനീതിയുള്ളവരെ നശിപ്പിക്കുവാനും. He will put all of the earthly kingdoms to an end because he has received all authority in heaven and on earth. സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് താൻ തൻ്റെ ശിഷ്യന്മാരോട് എന്താ പറഞ്ഞത്? സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ ഭൂമിയിലുള്ള എല്ലാ രാജ്യങ്ങളെയും അതിൻ്റെ വാഴ്ചകളെയും താൻ അവസാനിപ്പിച്ചിരിക്കും. He will put those things to an end, and this will happen because he has been enthroned as king by virtue of his resurrection. തൻ്റെ പുനരുദ്ധാരണത്തിലൂടെ താൻ രാജാവായി ഇരിക്കുകയാണ്. This is what we read in Acts 13:33 and Psalm 2:7-10. പിതാവ് തനിക്ക് ഏൽപ്പിച്ചു കൊടുത്ത എല്ലാ ഉത്തരവാദിത്വവും താൻ നിവർത്തിച്ചതുകൊണ്ട് താൻ ഇപ്പോൾ സ്വർഗത്തിൽ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. He sits on the throne because he has fulfilled all of what the Father has sent him to do. So what is that? There are a few things. Live for our righteousness. നമ്മളുടെ നീതിക്കായിട്ട് ജീവിക്കുക. Second, die for our forgiveness. നമ്മളുടെ പാപക്ഷമയ്ക്കായിട്ട് മരിക്കുക. Third, to resurrect to defeat sin, Satan and death. സാത്താനെയും പാപത്തെയും മരണത്തെയും തോൽപ്പിക്കുവാൻ പുനരുദ്ധാരണം ചെയ്യുക. Now, an application for all of us here. While it is natural to be troubled by the harm of unbelievers, we can be comforted at one fact. അവിശ്വാസികളാൽ ഒരുപാട് തിക്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒരു ആശ്വാസ വചനം നമുക്കുണ്ട്. Our present troubles that we face from the unbelieving world is temporary and Jesus' rule is forever. താൽക്കാലികമാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ തിന്മകളും. എന്നാൽ യേശുവിൻ്റെ വാഴ്ച നിത്യതയോളം നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. And may we, who have the promise of the new heavens and the new earth, derive the strength to patiently wait for the second coming of Jesus, just like the generation of Haggai's time eagerly waited for the first coming of the Messiah, who came in the fullness of time. ഹഗ്ഗയുടെ കാലഘട്ടത്തിലുള്ള തലമുറ മശിഹയുടെ ആദ്യത്തെ വരവിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരുന്നത് പോലെ, കാലസമ്പൂർണതയിൽ വരുവാനുള്ള മശിഹയ്ക്ക് വേണ്ടിയിട്ട് ഇവർ ആകാംക്ഷയോടെ കാത്തിരുന്നത് പോലെ നമുക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കാം. കാരണം നമുക്ക് ഒരു പുതിയ ആകാശത്തിൻ്റെയും പുതിയ ഭൂമിയുടെയും വാഗ്ദത്തം നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. Jesus will come back at the time that the Father has fixed. പിതാവ് നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് യേശുക്രിസ്തു ഉറപ്പായിട്ടും മടങ്ങി വന്നിരിക്കും. And the next thing that we want to learn from here is, no human empire or king or dynasty or army, no matter for how long they have been in power, they are not a match for the eternal Yahweh who does on earth what he pleases. നമ്മൾ 115 സങ്കീർത്തനത്തിൽ നമ്മളുടെ ദൈവമോ സ്വർഗത്തിലിരിക്കുന്നു, അവൻ ഭൂമിയിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ആ ദൈവത്തോട് ഒരു കാലത്തും മത്സരിക്കാനാവില്ല ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു സാമ്രാജ്യത്തിനോ ഒരു രാജാവിനോ ഒരു ഡൈനാസ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു സൈന്യത്തിനോ. അവരിപ്പോൾ എത്ര കാലം ഭരിച്ചു എന്നുള്ളത് വിഷയമല്ല. റോമൻ സാമ്രാജ്യം ഏകദേശം ഒരു 1000 വർഷത്തോളം ലോകത്ത് ഭരിച്ചിരുന്നു. ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യമായിട്ടാണ് അവരെ തന്നെ വിളിച്ചത്. എന്നാൽ സ്വർഗത്തിൽ ഇരുന്ന് ഭൂമിയിൽ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്ന ഒരു യഹോവയോട് മത്സരിക്കാൻ ഇവരൊന്നും ആയിട്ടില്ല. സ്വർഗത്തിനെയും ഭൂമിയും ഉണ്ടാക്കിയ ഈ യഹോവ സകലത്തിലും ഉന്നതനാണ്. The one who made the heavens and the earth is above everything.
to have our loyalty to Him while we are on this earth is the greatest thing that we can do for ourselves. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ദൈവത്തോട് നമുക്ക് കൂറുണ്ടാവുക എന്ന് പറയുന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. See, you will remain His people if you are with Him. Unlike the worldly kingdoms whose power and influence is only for a limited time. ഈ ലോകത്തിൻ്റെ രാജ്യങ്ങളും അതിൻ്റെ സാമ്രാജ്യവും അതിൻ്റെ ശക്തിയും എല്ലാം താൽക്കാലികമാണ്. ഓക്കെ, ഈ രാജ്യം നശിക്കുമ്പോൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ നശിക്കുമ്പോൾ അവരോടുള്ള മമതയും ആൾക്കാർക്ക് നശിച്ചു പോകും. See, remember one thing. There were kingly titles in the previous years. ഒരു രാജാവിന് കൊടുത്തുകൊണ്ടിരുന്ന പദവികൾ പഴയ നിയമത്തിൽ, അതും ചരിത്രത്തിൻ്റെ താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫറോ, സീസർ, അബിമലേക്ക് ആൻഡ് ഓൾ ഓഫ് ദോസ് തിങ്സ്. ഇന്ന് ഈ പേരുകളൊക്കെ, പ്രത്യേകിച്ച് സീസർ എന്നുള്ള പേര്, ഓക്കെ, കൈസർ എന്നുള്ള പേര് നമ്മൾ ഇന്ന് സാധാരണ ആർക്കാണ് ഇടാറ്? നായ്ക്കൾക്കാണ് ഇടാറ്. റോമൻ ലോകം ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയുടെ ടൈറ്റിൽ ഇന്ന് നായ്ക്കൾക്കിടുന്ന പേരാണ്. ദുബായിലൊക്കെ പോയാൽ ബേക്കറികൾക്ക് ഇടുന്ന പേരാണ് സീസേഴ്സ്, സീസേഴ്സ് കോൺഫെക്ഷണറി. ഓക്കെ, സലാഡിന് ഇടുന്ന പേരാണ് സീസേഴ്സ്. അപ്പോൾ കടകൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണ സാധനത്തിനും ഈ പേര് ചുരുങ്ങിപ്പോയിരിക്കുകയാണ്. This is what this tells us. Their names and their glory diminishes. ഇവരെ പോലുള്ള സാമ്രാജ്യത്തിൻ്റെ പേരുകളും അതിൻ്റെ ടൈറ്റിൽസും അതിൻ്റെ എല്ലാം മഹത്വം ചുരുങ്ങിപ്പോകുന്നു വർഷങ്ങൾക്ക് ശേഷം. അതിപ്പോൾ സമയമെടുത്തുവെങ്കിൽ പോലും അതിപ്പോൾ ഇത്രയും ചുരുങ്ങി. ഓൺ ദ കോൺട്രറി, ജീസസ് ദ സൺ ഓഫ് റൈച്ചസ്നെസ് ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. നീതിസൂര്യനായ യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ആൻഡ് വിത്ത് ദാറ്റ് let us trust Him with all of our hearts and let us find a refuge in Him. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതും കൂടെ പറഞ്ഞു നിർത്താം. നമ്മളുടെ എല്ലാ ആശ്രയവും വെച്ച് നമ്മൾ തന്നിലായിരിക്കുക, നമ്മളുടെ അഭയം നാം അവനിൽ കണ്ടെത്തുക. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ ശുശ്രൂഷയിൽ നിന്ന് നിർത്തുന്നു. ഇതുപോലുള്ളൊരു അവസരം കഴിഞ്ഞ 7 ആഴ്ചകളായിട്ട് നിങ്ങൾ എനിക്ക് നൽകി. അത് വളരെ അനുഗ്രഹപ്പെട്ട ഒരു സമയമായിരുന്നു. അത് നിങ്ങൾക്കും അനുഗ്രഹമായിരുന്നു എനിക്ക് ഉറപ്പുണ്ട്. ദൈവം നമ്മളെ ഇനിയും സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ.